പെരുന്നാളിന് ഇവിടെ ഓരോ മനുഷ്യരെയും ജീവജാലങ്ങളെയും മറ്റുപ്രകാരങ്ങളിലും ഒക്കെ സ്വീകരിച്ച ആ സ്നേഹം ഇന്ന് കടന്നു പോകും. ഒരു പ്രണയദിനത്തിൽ ജനിക്കുകയും മറ്റൊരു പ്രണയദിനത്തിൽ ഒരു കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ഈ ലോകത്തിൽ എല്ലാത്തിനെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രവുമായി ഈ കടന്നു പോകും. ഈ ആശ്രമത്തിലേറെ നാൾ തൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ പങ്കും ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹം ജീവിച്ചു. ആരോടും ഒരിക്കലും ഒരു പരുഷമായ വാക്കുകൾ പറയുന്നതായി ഞങ്ങളുടെ ചെവികളിൽ ഒഴുകിയിട്ടില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും സുഖമാണെന്ന് പറയുവാനും തന്നാലാകുന്ന സമ്മാനങ്ങൾ മിഠായിയായി മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തർ കൊടുക്കുവാനും യോഹന്നാനെപ്പോഴും സന്നദ്ധനായിരുന്നത് ഏറെ അധികമായി മോണിസ്റ്റാർ സ്കൂളിലെ കുട്ടികളെയും അവരുടെ അധ്യാപകരെയും ഏറെ സ്നേഹിച്ചത്. ഒരു ദിവസം മോണിസ്റ്റാർ സ്കൂളിൽ പോയതിനു ശേഷം തിരിച്ച് പോയി വന്ന് വൈകുന്നേരം കുളിക്കാൻ ഇടക്കുമ്പോഴാണ് അദ്ദേഹം ആദ്യമായി വീട്. ആ വീഴ്ചയുടെ ശേഷമാണ് ഈ കിടപ്പിലായത് ഇന്ന് നമ്മൾ വിട പറയുവാൻ അത് ഒരു കാരണമായി കരുതിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഈ മോണിസ്റ്റാർ കുട്ടികളെയും സ്നേഹിച്ച എല്ലാവർക്കും സ്നേഹമായി സംസാരിച്ച് പ്രവർത്തിച്ച് ബഹുമാനപ്പെട്ട ജോർജ് പറയുമ്പോൾ ഇനിയും ഈ പാദങ്ങൾ ഇവിടെ ചലിക്കില്ല, ഈ യാത്രകൾ ഇനി ചലിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം പറയുന്നു. ഒരിക്കൽ കൂടെ ജോർജിന്റെ വിചാര യാത്രയിൽ ഈ കടന്നു പോകല് ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചുകൊണ്ട് ദുഃഖമുണ്ടെന്ന്. കാരണം അവരൊക്കെ മാത്രം അദ്ദേഹത്തെ സ്നേഹിച്ചത്. വ്യക്തിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ചത്. പൗരോഹിത്യത്തെ സ്വീകരിച്ച ശേഷം 1964 പൗരോഹിത്യത്തിന് ശേഷം 3 മാസം മേലിക്കോടിലുള്ള സെന്റ് മേരീസ് പള്ളിയിലെ ബഹുമാനപ്പെട്ട ജോബച്ചനോട് കൂടെ താമസിച്ച ശേഷം വ്യക്തി കുന്നലാടി ഭവനത്തിൽ തന്റെ ചെലവഴിച്ചു. അവിടെ തേയില കാപ്പി കുലാലുകൾ ചെലവഴിച്ച് ഏതാണ്ട് ഒരു 10 വർഷം അവിടെ ആ പ്രദേശത്ത് തന്റെ ജീവിതം കാഴ്ചവെച്ചു. അവിടെയുള്ള പ്രതിസന്ധികൾക്കൊക്കെ മുമ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏറെ ഭയത്തോടും ഭീതിയോടും കൂടിയാണ് അദ്ദേഹം അവിടെ താമസിക്കുന്നത്, ജീവിച്ചിരുന്നത്. എന്നിരുന്നാലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളും ഏൽപ്പിച്ചിരുന്ന കടമകളും ഒരിക്കലും അതിന് പൂർണ്ണം വരാതെ കുറവ് വരാതെ പരമാവധി തന്റെ ജീവിതവും ഈ നാടിന് വേണ്ടി തമിഴ്നാടിന്റെ ഓരോ അംഗത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തില് ഈ വേർപാടില് നമുക്കെല്ലാം ദുഃഖമുണ്ട്. പക്ഷേ നല്ല ജീവിതത്തിന്റെ പ്രതിനിധികളാണ് 91 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ 91 വർഷം പൂർത്തിയായി നാളെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഇവിടെ വളരെ അഭിനന്ദനമാണ്. ആ പ്രണയദിനത്തിൽ നമുക്ക് വേണ്ടി പ്രണയഗാനങ്ങൾ ആലപിച്ച് പ്രണയ സംഗീതങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഒരുക്കിയിട്ട് ആ പ്രണയ ദാതാവിനെ നമ്മൾ പിരിയുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ളത് അവിടുത്തെ സന്നദ്ധയിൽ ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ കഴിയും. ഇദ്ദേഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളും പോരാട്ടങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരമായി അദ്ദേഹത്തെ അംഗീകാരത്തിൽ ആയിരിക്കണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യോണത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നോക്കുക.